ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണമെന്നാണ് വാർത്ത. ഗണേഷ് കുമാറിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്നും ഇതിന്റെയെല്ലാം ഫോട്ടോകളെടുത്ത ഭാര്യയെ ഗണേഷിന്റെ സന്തത സഹചാരികൾ തടഞ്ഞുവെച്ച് മൊബൈൽ ഫോൺ കൈക്കലാക്കാൻ ശ്രമിച്ചുവെന്നുമാണ് പോലീസ് സാക്ഷ്യം. എങ്കിലും സ്ഥലത്തെത്തിയ പോലീസ് സംഭവത്തിൽ ഇടപെടാതെ പിൻവാങ്ങിയെന്നും ആരോപണമുണ്ട്. കെ.ബി. ഗണേഷ് കുമാർ ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകുമെന്ന പ്രതീക്ഷയോടെ ആ വാർത്ത വിസ്മയ പങ്കുവയ്ക്കുകയാണ്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. വാളകത്തെ കുടുംബ വീട്ടിൽ മുന്നറിയിപ്പില്ലാതെ എത്തിയ ഭാര്യ ഗണേഷിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കാണുകയായിരുന്നു. മുൻ DGP ആർ ശ്രീലേഖയുടെ ഭർത്താവിന്റെ സഹോദരിയാണ് ഗണേഷിന്റെ ഇപ്പോഴത്തെ ഭാര്യ. അവർ ഉടനെ തന്നെ ശ്രീലേഖയെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ധരിപ്പിച്ചു. സുരക്ഷയ്ക്കായി സർക്കാർ ഏർപ്പെടുത്തിയ 112 ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് സഹായം തേടാൻ ശ്രീലേഖ ഉടൻ തന്നെ ഉപദേശിക്കുകയും ചെയ്തു. ഇതനുസരിച്ച് തിരുവനന്തപുരത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ കൈകാര്യം ചെയ്യുന്ന 112 നമ്പറിൽ ബന്ധപ്പെട്ട ഗണേഷ് കുമാറിന്റെ ഭാര്യ താൻ ആരാണെന്നും കാര്യത്തിന്റെ ഗുരുതരാവസ്ഥയെക്കുറിച്ചും പോലീസിനെ ധരിപ്പിച്ചിരുന്നു. താമസിയാതെ പോലീസ് പാഞ്ഞ സ്ഥലത്തെത്തിയെങ്കിലും സംഭവത്തിൽ ഇടപെട്ടില്ല. വീട്ടിൽ തിരിച്ചു കയറിയ ഇവർ വീണ്ടും ഫോട്ടോകൾ എടുത്തു. ഭാര്യയിൽ നിന്ന് മൊബൈൽ കൈക്കലാക്കാൻ സഹായികളായ പ്രദീപിനോടും ശാന്തനോടും മന്ത്രി നിർദ്ദേശം നൽകിയെന്നാണ് പുറത്തുവരുന്ന ആരോപണം. മന്ത്രിയുടെ വാക്കുകേട്ട് വാതിൽ കുറ്റിയിട്ട സഹായികൾ ഭാര്യയുടെ കയ്യിൽ നിന്ന് മൊബൈൽ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവർ വിട്ടുകൊടുത്തില്ല. ഇതിനിടയിൽ പോലീസിന്റെ സഹായത്തിനായി ഉച്ചത്തിൽ കരഞ്ഞ് അപേക്ഷിച്ചെങ്കിലും പോലീസ് ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്തു. പിടിവലികൾക്കിടയിൽ വാതിൽ തള്ളിത്തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയോടിയ ഗണേഷ് കുമാറിന്റെ ഭാര്യ സഹായിക്കാനെത്തിയ പോലീസിനെ അവിടെയെങ്ങും കാണാത്തതിൽ ആശ്ചര്യപ്പെട്ടു. തുടർന്ന് അവർ വന്ന ടാക്സിയിൽ തന്നെ തിരിച്ചുപോയി. ഗണേഷ് കുമാറിന്റെ ഭാര്യയുമായി ഇക്കാര്യങ്ങളെക്കുറിച്ച് ആശയവിനിമയം നടത്തിയപ്പോൾ അവർ ഇക്കാര്യം നിഷേധിക്കാനോ സ്ഥിരീകരിക്കാനോ തയ്യാറായിട്ടില്ല. സംഭവത്തിന് പിന്നിൽ കോൺഗ്രസിന്റെയും BJPയുടെയും ഒത്തുകളിയെന്നാണ് മന്ത്രിയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. മന്ത്രിയെ അപകീർത്തിപ്പെടുത്തി പത്തനാപുരം മണ്ഡലം കോൺഗ്രസിന് തീരെഴുതി കൊടുക്കാനാണ് BJPയുടെ ശ്രമമെന്നും ആരോപണമുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ മന്ത്രിയുടെ പ്രസ്താവന അത്യന്താപേക്ഷിതമാണ്. ഇടതുമുന്നണിയെ ആകെ ഉലയ്ക്കുന്ന തരത്തിലാണ് മന്ത്രിക്കെതിരെയുള്ള ഭാര്യയുടെ ആരോപണം ആളിപ്പടരുന്നത്. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.